ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രുക്കുവിനോട് വിജയശങ്കർ പറയുന്നുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയതിന്റെ വിഷമാണ് അവന്. എടാ സത്യ, നീ പോയി അവന്റെ മാനസിക വിഷമം മാറ്റ്, എന്നോട് അവനൊരു ബഹുമാനം ഉണ്ടാവും, നീ അതങ്ങ് മാറ്റിക്കൊടുക്കുക എന്ന് പറയാണ്. സത്യൻ അപ്പൊ തന്നെ വിജയശങ്കറിനോട് പറയുന്നുണ്ട്, ആ കാര്യം ഞാൻ സെറ്റാക്കിക്കോളാം, അച്ചുവിനെ പോയി കണ്ട് അവന്റെ മനസ്സ് മാറ്റി അവനെ ഫുഡ് കഴിക്കാനായി ഞാൻ വിളിച്ചുകൊണ്ടുവരാമെന്ന് പറഞ്ഞ് സത്യൻ അവിടെ നിന്ന് പോവാനായി നിൽക്കുമ്പോ വിമല സത്യനോട് പറയുന്നുണ്ട്, സത്യമായിട്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നത്, അച്ചുവിനെ വേണ്ടാത്ത ശീലങ്ങളൊന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട, ബട്ടിൽ നല്ല രീതിക്ക് വളർന്ന ചെക്കനാണ് അച്ചു, അവന് വേണ്ടാത്തതൊന്നും പഠിപ്പിക്കണ്ട എന്ന് പറയുമ്പോ സത്യം പറയുന്നുണ്ട്, അവൻ ഇവിടെ വന്നിട്ട് ഇത് ആദ്യമായിട്ടൊന്നല്ലോ, നീ എന്നെ പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സത്യൻ അവിടെ നിന്നും പോവുകയാണ്. രുക്കുവിനാണെങ്കിൽ അച്ചു മദ്യം കഴിക്കുന്നത് ഇഷ്ടമല്ലെങ്കിലും ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അച്ചു ആണെങ്കിൽ ആകെ മൂഡ് ഔട്ടായി അമ്പാട്ട് വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുണ്ടായ സംഭവങ്ങളെല്ലാം അച്ചു അങ്ങനെ ആലോചിച്ച് സങ്കടപ്പെടുന്നുണ്ട്. അച്ചു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്താണ് പറ്റിയത്, ചേച്ചിയുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും, എന്തായാലും ചേച്ചി ഒന്ന് വിളിച്ചു നോക്കിയാലോ, കുറച്ച് വഴക്ക് കേൾക്കേണ്ടി വരും, അതു സാരമില്ല എന്നും ചിന്തിച്ചുകൊണ്ട് അച്ചു ഫോൺ എടുത്ത് അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ അർച്ചനയെ വിളിച്ചു കിട്ടുന്നില്ല. അച്ചു അപ്പൊ തന്നെ ശരി ചിന്നുമോളെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ചിന്നുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സത്യൻ മദ്യവുമായി വരുന്നത്. മദ്യം കൊടുന്ന് ബെഡിൽ വെച്ചുകൊണ്ട് അച്ചുവിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചുകൊണ്ട് പിന്നെ വിളിക്കാടാ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സത്യൻ അച്ചുവിന് മദ്യം ഒഴിച്ചു കൊടുക്കാനായി പോവുകയാണ്. അച്ചു അപ്പൊ ഇതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറയുന്നുണ്ട്, നിന്റെ മാനസിക വിഷമത്തിന് കർട്ടൻ ഇടണ്ടേ, ആ കർട്ടനാണ് ഇതെന്ന് പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോ സത്യം പറയാണ്, എന്നിട്ടാണോ നീ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത്, നീ വന്ന് ഒന്നും കുടിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല എന്ന് രുക്കു വന്ന് പറഞ്ഞപ്പോഴാണ് നിന്റെ സങ്കടം എനിക്ക് മനസ്സിലായത്. എനിക്കറിയാം ഇന്ന് രാത്രി നിനക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന്, നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും 2 എണ്ണം കഴിക്കും, ഇന്ന് ഇത് നീ കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മദ്യമൊഴിച്ച ഗ്ലാസ് സത്യൻ അച്ചുവിന് നേരെ നീട്ടുകയാണ്. അച്ചു എന്നാൽ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, എനിക്ക് ഇതൊന്നും ശീലമില്ലെന്ന് പറയുമ്പോ സത്യൻ വീണ്ടും വീണ്ടും അച്ചുവിനെ നിർബന്ധിക്കുകയാണ്, നീ ഇത് കുടിക്കേ, ഇത് കുടിച്ചാൽ നാളെ രാവിലെ പിന്നെ നീ എഴുന്നേൽക്കൂ, ഇത് സേവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ മനസ്സ് നാളെ രാവിലെ ക്ലീൻ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്, ഇവിടെ ഇതെല്ലാം അലൗഡ് ആണെന്ന് നിനക്കറിയാലോ, അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട, കഴിച്ചോ എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രുക്കുവും വരുന്നുണ്ട്. രുക്കു എന്നിട്ട് ഒരു ചെയർ എടുത്തിട്ട് അവരുടെ അടുത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട്, അച്ചു നീ 2 എണ്ണം കഴിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിനക്ക് താങ്ങാനാവാത്ത എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ നീ കഴിച്ചോ, എനിക്ക് ഒരു വിരോധവുമില്ല എന്ന് രുക്കു അങ്ങനെ പറയാണ്. സത്യനൊപ്പം നിർബന്ധപൂർവ്വം അച്ചുവിന്റെ കയ്യിൽ മദ്യം വെച്ചു കൊടുക്കുകയാണ്. അച്ചു അപ്പൊ തന്നെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് അതെടുത്ത് അങ്ങനെ കുടിക്കുകയാണ്. അത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം സത്യം പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ഒന്നുകൂടി തരാമെന്ന് പറഞ്ഞ് വീണ്ടും അച്ചുവിന് ഒഴിച്ചു കൊടുക്കുകയാണ്. അച്ചു അതും കുടിക്കുന്നുണ്ട്. 2 പ്രാവശ്യം കുടിക്കുമ്പോഴേക്കും അച്ചു ആകെ ഫിറ്റ് ആവുകയാണ്. എന്നിട്ട് അച്ചു പറയുന്നുണ്ട്, എടാ സത്യ നീയും ഒഴിക്കടാ, നീ എന്താ നോക്കി നിൽക്കുന്ന, ഒഴിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും സത്യനിൽ നിന്നും വാങ്ങി കുടിക്കുകയാണ്. അച്ചു ഓവറായി പോയെന്ന് രുക്കുവിന് മനസ്സിലാവുന്നുണ്ട്. രുക്കു അപ്പൊ സത്യനോട് പറയുന്നുണ്ട്, മതി സത്യേട്ടാ, ഇത് കുറച്ച് ഓവറായി മതി എന്ന് പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, അത് നീയാണോടി തീരുമാനിക്കുന്നത്, സത്യ നീ ഒഴിയടാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു വീണ്ടും വാങ്ങി കുടിക്കുകയാണ്. സത്യനപ്പോ അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, എടാ ഇപ്പൊ എങ്ങനെയുണ്ട്, നീ റിലാക്സ് ആയില്ലേ, ഇനി നീ ഫുഡ് കഴിച്ച് സ്വസ്ഥമായി ഉറങ്ങിക്കോ, പിന്നെ അമ്പാട്ട് വീട് എന്നത് നിന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടാവില്ല എന്ന് പറയുമ്പോ അച്ചു ദേഷ്യം വന്നുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് സത്യനോട് ചോദിക്കുന്നുണ്ട്, അമ്പാട്ട് വീടിനെ കുറിച്ച് പറയാൻ നീ ആരാടാ, അമ്പാട്ട് വീടിനെ കുറിച്ച് നീ എന്താടാ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. രുക്കു അപ്പോ അച്ചുവിനെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിലും അച്ചു ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. രുക്കു എന്നിട്ട് പറയുന്നുണ്ട്, അച്ചു നീ വാടാ നമുക്ക് കഴിക്കാമെന്ന് പറയുമ്പോ അച്ചു രുക്കുവിനെ പിടിച്ച് തള്ളുകയാണ്. സത്യനപ്പൊ തന്നെ രുക്കുവിനെ പിടിക്കുന്നുണ്ട്. അച്ചു എന്നിട്ട് പറയുന്നുണ്ട്, ഇവൻ അമ്പാട്ട് വീടിനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയണം, പറയട സത്യ നീ എന്താണ് പറഞ്ഞത് എന്ന് അച്ചു പറയുമ്പോ സത്യന് ദേഷ്യം വന്നുകൊണ്ട് പറയുന്നുണ്ട്, എടാ മര്യാദയ്ക്ക് എന്തെങ്കിലും പോയി കഴിച്ച് മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറയുമ്പോ അച്ചു തിരിച്ചു പറയുന്നുണ്ട്, നീ എന്നെ ആജ്ഞാപിക്കാനൊക്കെ ആയോടാ, എടാ ഞാൻ അമ്പാട്ടിലെ അർച്ചനയുടെ അനിയനാണ്, എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരാടാ എന്ന് അച്ചു പറയുമ്പോ രുക്കു സത്യനോട് പറയുന്നുണ്ട്, ഡ്രിങ്ക്സ് കൊടുത്തത് കുഴപ്പമായല്ലോ സത്യേട്ടാ, അച്ചു നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രുക്കു അച്ചുവിനെ വിളിച്ചു പോവാനായി നിൽക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, എന്നെ ആജ്ഞാപിക്കാൻ ചന്ദ്രകാന്തത്തിൽ ഒരു തെണ്ടികളും വളർന്നിട്ടില്ല എന്ന് അച്ചു പറയുമ്പോ സത്യം പറയുന്നുണ്ട്, എടാ കുടിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ കിടക്കണം, അല്ലാതെ അനാവശ്യം പറയരുത്, അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ നീ വിവരം അറിയുമെന്ന് പറയുമ്പോ അച്ചു ആണെങ്കിൽ സത്യനെ പിടിച്ച്
കരണത്തടിക്കുകയാണ്. അങ്ങനെ അച്ചുവും സത്യനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയാവാണ്. രുക്കു ആണെങ്കിൽ അവരെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും തമ്മിൽ പ്രശ്നമാവുകയാണ്. പിന്നീട് സത്യൻ അച്ചുവിനെ പിടിച്ചു തള്ളുന്നതും അച്ചു ബെഡിൽ പോയി ബോധം കെട്ട് വീഴുകയാണ്. രുക്കു എന്നിട്ട് വേഗം തന്നെ സത്യനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. രുക്കുവിന്റെ സൗണ്ട് കേട്ട് അങ്ങോട്ടേക്ക് അപ്പോഴേക്കും ചന്ദ്രയും വിമലയും വിജയ് ശങ്കറും വരുന്നുണ്ട്. എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട് അച്ചുവിനെ കുടിപ്പിച്ചത് പ്രശ്നമായി എന്ന്. രുക്കു പറയുമ്പോൾ വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട് എന്താണ് സത്യ എന്ന്. സത്യനപ്പ പറയുന്നുണ്ട് അവൻ എന്നെ തല്ലിയേട്ടാ, ഇത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അമ്പാട്ടിൽ ഒരുത്തനാണ് എന്നെ തല്ലിയിരിക്കുന്നത്, അവനെ ഞാൻ വിടില്ലെന്ന് പറഞ്ഞ് സത്യം വീണ്ടും അച്ചുവിനെ തല്ലാനായി പോകുമ്പോ എല്ലാവരും തന്നെ സത്യനെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. വിജയ് ശങ്കർ എന്നിട്ട് പറയാണ് സത്യ നീയൊന്ന് അടങ്ങ്, വെള്ളടിച്ചിട്ടല്ലേ അവൻ നിന്നെ തല്ലിയത്, അല്ലാതെ ബോധപൂർവമല്ലല്ലോ. വെള്ളത്തിന്റെ പുറത്ത് സംഭവിച്ചതാണെങ്കിൽ അതങ്ങ് വിട്ടുകളാം എന്ന് വിജയ് ശങ്കർ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട് ഡ്രിങ്ക്സ് കഴിച്ചയാൾ പിന്നെ അച്ചു അലമ്പാണ്, ഒന്നും ഇതുപോലെ കശപിശു ഉണ്ടായതല്ലേ എന്ന് പറയുമ്പോൾ വിമല പറയുന്നുണ്ട് അതറിയാവുന്നതാണല്ലോ, പിന്നെയും എന്തിനാണ് നിങ്ങൾ ഇതിന് പോയത് എന്ന് വിമല പറയുമ്പോൾ സത്യം പറയുന്നുണ്ട് ഇപ്പോ ഞാൻ കുറ്റക്കാരനായോ, നീ എന്താ അവനെ ന്യായീകരിച്ച് സംസാരിക്കുന്നതെന്ന് സത്യം ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ എന്തിനാണ് അവനെ കുടിപ്പിക്കാൻ പോയത്, അതവിടെ വെച്ചുകൊടുത്ത് ഇങ്ങോട്ടേക്ക് വന്നാ പോരായിരുന്നു എന്ന് ചോദിക്കുകയാണ്. സത്യനപ്പ പറയുന്നുണ്ട് ഇവൻ ഇത്ര പെട്ടെന്ന് വയലന്റ് ആവുമെന്ന് ഞാൻ കരുതിയോ എന്ന് ചോദിക്കുമ്പോൾ രുക്കും പറയുന്നുണ്ട് ഞാനും ഇത് പ്രതീക്ഷിച്ചില്ല, പെട്ടെന്നായിരുന്നു അച്ചുവിന്റെ പ്രതികരണം, സത്യേട്ടന്റെ കാരണത്തടിക്കുകയായിരുന്നു എന്ന് പറയാണ്. സത്യനപ്പ പറയുന്നുണ്ട് അമ്പാട്ടിൽ നിന്നും അവനിവിടെ കൊണ്ടുവന്നത് ഇപ്പൊ നമുക്ക് തന്നെ വിനയായില്ലേ, എനിക്ക് തല്ലുകൊള്ളേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നിനക്ക് അതേ സ്പോട്ടിൽ തന്നെ അവന് തിരിച്ചു കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. സത്യനപ്പ പറയുന്നുണ്ട് ഞാൻ കൊടുക്കാൻ നിന്നതാണ്, രുക്കു എന്നെ സമ്മതിച്ചില്ലെന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട് ഇനിയിപ്പോ നീ അത് വിട്ടുകളാ, ഇതിന്റെ പേരിൽ നീ അവനുമായി ഇനിയും വഴക്കുണ്ടാക്കാൻ പോയാൽ അവൻ ഈ വീട്ടിൽ നിന്നും രുക്കുവിനെ വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുമെന്ന് വിജയ് ശങ്കർ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അത് ശരിയാ, ഇപ്പൊ നമ്മുടെ കാര്യത്തിന് വേണ്ടിയല്ലേ ഞാൻ തന്നെ അമ്പാട്ട് വീട്ടിൽ പോയി എത്ര നാണം കിട്ടിയിരിക്കുന്നു, ഈ നാണക്കേട് നീ കാര്യമാക്കേണ്ട സത്യ എന്ന് ചന്ദ്ര പറയുമ്പോൾ വിമല പറയുന്നുണ്ട് അച്ചുവിന് ഇതൊന്നും ശീലമില്ലെന്ന് ഞാൻ സത്യേട്ടനോട് പറഞ്ഞതല്ലേ, ഇതിപ്പോ വടികൊടുത്ത് അടി വാങ്ങിയതുപോലെ ആയല്ലോ, ഇതിന്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നോ, എന്നോട് എന്തിനാണ് നിങ്ങൾ വെറുതെ ദേഷ്യപ്പെടുന്നത്, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞതുപോലെയാണ് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് വിമല അവിടെ നിന്നും പോവുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ സത്യനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് എടാ നിന്നെ തല്ലിയതിന് നമുക്ക് പകരം ചോദിക്കാം, നീ വിഷമിക്കാതെ എല്ലാം ഒന്ന് സെറ്റായി വരട്ടെ, അച്ചുവിനെ ഇതിന്റെ അകത്തിട്ടുകൊണ്ട് മൂക്കുകൊണ്ട് അക്ഷരങ്ങൾ നമ്മൾ വരപ്പിക്കും എന്നങ്ങനെ വിജയ് ശങ്കർ സത്യനോട് പറയുകയാണ്. അതിനുശേഷം അമ്പാട്ട് വീട്ടിലാണെങ്കിൽ എല്ലാവരും തന്നെ രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അച്ചു ഇല്ലാത്തതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. മുകുന്ദനാണെങ്കിൽ ഒന്നും കഴിക്കാതെ അങ്ങനെ ഇരിക്കുകയാണ്. രമ്യപ്പ ചോദിക്കുന്നുണ്ട് എന്താണ് മുകുന്ദേട്ട ഒന്നും കഴിക്കാത്തതെന്ന്. മുകുന്ദനപ്പ പറയുന്നുണ്ട് എന്തോ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല, ഇന്നലെ വരെ നമ്മളോട് തമാശയും പറഞ്ഞ് കഴിച്ചിരിക്കാൻ അച്ചു ഉണ്ടായിരുന്നു, ഇന്നിപ്പോ അവൻ എന്തേലും കഴിച്ചോ എന്ന് നമുക്കറിയില്ലല്ലോ എന്നങ്ങനെ മുകുന്ദൻ പറയുമ്പോൾ അനന്തനും പറയുന്നുണ്ട് ഞാനും അവനെ ഓർക്കാതിരിക്കുന്നതല്ല, ഇനിയിപ്പോ ഞാൻ പറഞ്ഞ് നിങ്ങൾക്കാർക്കെങ്കിലും വിഷമാവണ്ടല്ലോ എന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നതാണെന്ന് അനന്തൻ പറയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട് എന്തായാലും അവനിപ്പോ ഇവിടെ ഇല്ലല്ലോ, നിങ്ങൾ കഴിക്കുകയെന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട് ഇല്ല ചേച്ചി എനിക്ക് വേണ്ട, അവനില്ലാത്തതുകൊണ്ട് ഇവിടം എന്തോ ഒരു ശൂന്യത പോലെ, എനിക്കെന്തോ പറ്റുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞ് മുകുന്ദൻ സങ്കടപ്പെട്ടുകൊണ്ട് പോവുകയാണ്. എല്ലാവരും തന്നെ അപ്പോ മുകുന്ദന്റെ പിന്നാലെ പോകുന്നുണ്ട്. അർച്ചന എന്നിട്ട് വീണ്ടും മുകുന്ദനോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ കഴിക്കാതിരുന്നാൽ ഇവിടെയുള്ളവർക്ക് വിഷമാവില്ലേ, നീ വന്ന് കഴിക്കുകയെന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട് എനിക്ക് എന്റെ തൊണ്ടയിൽ നിന്നും ഒന്നും ഇറങ്ങുന്നില്ല ചേച്ചി, ഞാൻ കാരണമാണല്ലോ അച്ചു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് മുകുന്ദൻ പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് മുകുന്ദ നീ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ, നീ കാരണമാണോ അച്ചു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, തെറ്റ് ചെയ്തവർക്കല്ലേ കുറ്റബോധം ഉണ്ടാവുക എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ രമ്യ പറയുന്നുണ്ട് അതിന് മുകുന്ദേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതിവിടെ എല്ലാവർക്കും അറിയാലോ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അതറിയാം, പിന്നെന്തിനാണ് ഇവൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട് കുറ്റബോധം കൊണ്ടല്ല ഏട്ടത്തി ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, അച്ചുല്ലാത്തതിന്റെ സങ്കടം കൊണ്ടാണ്, അവന്റെ ഒച്ചയൊന്നും ഇല്ലാത്ത വീടല്ലേ ഇതിപ്പോ എന്ന് മുകുന്ദൻ പറയുമ്പോൾ ചിന്നുവും പറയുന്നുണ്ട് കുഞ്ഞമ്മാവനെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. അനന്തനപ്പ പറയുന്നുണ്ട് പോവണ്ടെന്ന് ഞാൻ അവനോട് പിന്നാലെ പോയി അപേക്ഷിച്ചതാണ്, എന്നിട്ടും അവൻ പോയതല്ലേ, ചേച്ചി വീണെന്ന് പറഞ്ഞിട്ടും അവൻ പോയി കളഞ്ഞു എന്ന് അനന്തൻ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചേച്ചി നിങ്ങളെയെല്ലാം വളർത്തിയത്, എന്നിട്ട് ചേച്ചി ഒന്ന് വീണു എന്നറിഞ്ഞിട്ടും തിരിഞ്ഞൊന്നു വന്ന് നോക്കാൻ പോലും അവന് കഴിഞ്ഞില്ലല്ലോ, അവൻ ചെയ്തത് എന്തായാലും നന്ദികേടല്ലേ, ചേച്ചിക്ക് ഒരു വയ്യായിക വരുമ്പോഴല്ലേ അവരെല്ലാം നോക്കേണ്ടതെന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് എന്റെ സഹോദരങ്ങളിൽ നിന്നും നന്ദിയും കടപ്പാടും പ്രതീക്ഷിച്ചിട്ടല്ല ഞാനൊന്നും അവർക്ക് വേണ്ടി ചെയ്തത്, ഞാൻ അതെന്റെ കടമയായിട്ടേ കണ്ടിട്ടുള്ളൂ, മഞ്ജു നിനക്ക്
നിനക്കും അനന്തനും ഒരു കുഞ്ഞുണ്ടല്ലോ, നാളെ അവളിൽ നിന്നും എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല ചേച്ചി, അവളെ ഞങ്ങൾ നല്ല രീതിയിൽ വളർത്തി വലുതാക്കുന്നു, പിന്നീട് എല്ലാം അവളുടെ ജീവിതമല്ലേ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്, നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് അർച്ചന പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എങ്കിലും അവൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവണ്ടായിരുന്നു, ഇനിയിപ്പോ ചന്ദ്രകാന്തത്തിൽ അവനെ എങ്ങനെയായിരിക്കും അവന്റെ ജീവിതമെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് മഞ്ജു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് കരുതി അവനെ നമുക്ക് വിട്ടുകളയാനാവില്ലല്ലോ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് കരുതി അവൻ ഒരു പുകഞ്ഞ കൊള്ളിയൊന്നുമല്ല. അല്ല, നിങ്ങൾ ആരെങ്കിലും അച്ചുവിനെ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, എന്റെ കോള് കണ്ടാൽ ദേഷ്യത്തിൽ ചിലപ്പോ അവൻ ഫോൺ എടുക്കില്ല, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു അമ്മേ, പക്ഷേ കുഞ്ഞമ്മാവൻ ഫോൺ എടുത്തില്ല, 2-3 മെസ്സേജും അയച്ചിരുന്നു, അതിനൊന്നും റിപ്ലൈയും ഇല്ല, മെസ്സേജ് ഒന്നും കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയാണ്. അനന്തൻ അപ്പൊ പറയുന്നുണ്ട്, അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ ദേഷ്യത്തിൽ ഞാൻ അവനെ വിളിച്ചില്ലായിരുന്നു, എന്തായാലും ഇപ്പൊ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അനന്തൻ അച്ചുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അച്ചു ആണെങ്കിൽ മദ്യപിച്ച് ഫിറ്റായി അങ്ങനെ ബോധം കെട്ട് കിടക്കുകയാണ്. ഫോണ് റിങ് ചെയ്യുന്നുണ്ടെങ്കിലും അച്ചു എടുക്കുന്നില്ല. അപ്പോഴാണ് റൂമിലേക്ക് രുക്കു വരുന്നത്. രുക്കു എന്നിട്ട് ഫോൺ എടുത്ത് ആരാണെന്ന് നോക്കുകയാണ്. അനന്തനാണ് വിളിക്കുന്നതെന്ന് അറിയുമ്പോൾ രുക്കു കോൾ എടുക്കാതെ വെക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്രയും വരുന്നുണ്ട്. വീണ്ടും അനന്തൻ അച്ചുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ഇയാൾ എന്തിനാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഇയാളോട് സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ല എന്ന് പറയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, നീ അവനോട് സംസാരിക്കണ്ട, അവനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഫോണും വാങ്ങിച്ചുകൊണ്ട് ചന്ദ്ര പുറത്തേക്ക് പോവുകയാണ്. രുക്കും പിന്നാലെ തന്നെ റൂമിന്റെ വാതിലും അടച്ചുകൊണ്ട് ചന്ദ്രയുടെ കൂടെ പോകുന്നുണ്ട്. ചന്ദ്ര ഫോൺ എടുക്കുന്നതും അനന്തൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഫോൺ എടുക്കാതിരുന്നത് എന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, ഞാൻ ചന്ദ്രലേഖയാണ്, അച്ചുവിന് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് എനിക്ക് അവൻ തന്നെയാണ് ഫോൺ തന്നത്, അമ്പാട്ട് വീട്ടിലെ ആരോട് സംസാരിക്കാൻ അച്ചുവിന് താല്പര്യമില്ല, അച്ചുവിന്റെ ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഇനി ഈ ചന്ദ്രകാന്തത്തിലാണ് തീരുമാനിക്കുന്നത് എന്നങ്ങനെ ചന്ദ്ര അനന്തനോട് പറയുമ്പോ രുക്കു ഫോൺ വാങ്ങിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അനന്തേട്ട, അവിടെ നിന്നാരും ഇനി ഇങ്ങോട്ടേക്ക് വിളിക്കരുത്, നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് സംസാരിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി ഇങ്ങോട്ട് ആരും വിളിക്കണ്ട എന്ന് പറഞ്ഞ് രുക്കു ഫോൺ കട്ട് ചെയ്യാണ്. അനന്തനോട് അപ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അച്ചു എന്താണ് പറഞ്ഞതെന്ന്. അനന്തനപ്പോ പറയുന്നുണ്ട്, ആ ചന്ദ്രലേഖയും രുക്കുവുമാണ് സംസാരിച്ചത്, അവന് നമ്മളോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞതെന്ന്. അനന്തൻ അങ്ങനെ പറയുമ്പോ അർച്ചന ചോദിക്കുന്നുണ്ട്, നീ അത് വിശ്വസിച്ചോ, ഈ സമയത്ത് നമ്മൾ അവിടെയല്ലല്ലോ, ഇവിടെയല്ലേ, അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നമ്മൾ അത് വിശ്വസിക്കണ്ട എന്ന് അർച്ചന അങ്ങനെ പറയാണ്. മഞ്ജു ആണെങ്കിൽ അപ്പൊ പറയുന്നുണ്ട്, അച്ചു ഇങ്ങോട്ടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവന്റേത് ഒരു വലിയൊരു മാറ്റം തന്നെയാണെന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോ എല്ലാവർക്കും ഒരുപാട് സങ്കടാവാണ്. അങ്ങനെ രാത്രിയിൽ അർച്ചനയും ചിന്നുവും കിടക്കുകയാണ്. അർച്ചന അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ചിന്നു അമ്മയെന്ന് വിളിക്കുകയാണ്. അർച്ചന അപ്പൊ ചോദിക്കുന്നുണ്ട്, നീ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, അമ്മയും ഇതുവരെ ഉറങ്ങിയില്ലല്ലോ, അമ്മയ്ക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് എനിക്കറിയാം, അമ്മയുടെ മനസ്സിൽ മുഴുവൻ സങ്കടമാണല്ലേ, അമ്മയുടെ ഇപ്പോഴത്തെ സങ്കടത്തിന്റെ കാരണം കുഞ്ഞമ്മാവനും രുക്കു ആന്റിയും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, അമ്മ വിഷമിക്കേണ്ട, നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ചിന്നു അർച്ചനയെ ആശ്വസിപ്പിക്കുമ്പോ അർച്ചന ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരാനാ മോളെ, ആദ്യം ഞാൻ കരുതിയത് അവരെ നേരിട്ട് പോയി വിളിക്കാമെന്നാണ്, പക്ഷേ അച്ചു ഇപ്പൊ പറഞ്ഞത് തന്നെയായിരിക്കില്ലേ നമ്മൾ ചന്ദ്രകാന്തത്തിൽ പോയാലും അവൻ പറയുന്നത്, പിന്നെങ്ങനെ നമ്മൾ അവിടെ പോവും, ഇവിടെ അവൻ എങ്ങനെയെല്ലാം വളർന്നതാണ്, ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം അവൻ മറന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, കുഞ്ഞമ്മാവനല്ലേ എല്ലാം മറന്നത്, നമ്മളൊന്നും മറന്നില്ലല്ലോ അമ്മ എന്ന് ചിന്നു പറയുമ്പോൾ അർച്ചന അങ്ങനെ സങ്കടപ്പെടുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.